ഞാൻ ഈ പോള് പറന്നു പോകുന്നത് കണ്ടിട്ടേ ഞാൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത്. കാരണം എൻ്റെ കാലയിൽ ക്രാംബോൺസ് ഇല്ല. ക്രാംബോൺസ് ഇല്ലാതെ ബ്ലൂ ഐസിലേക്ക് ചവിട്ടിയാൽ എന്താ സംഭവിക്കാമെന്നറിയാം? നമ്മൾ നിന്ന നിപ്പിന് നട്ടുപടിച്ച് വീഴും. ഞാൻ ഈ പറഞ്ഞ ബ്ലൂ ഐസിലേക്ക് എടുത്ത് കാല് വെച്ചു. വെച്ചത് ഓർമ്മയുണ്ട്. നേരെ നട്ടുപടിച്ച് ഒറ്റ വീഴ്ച, തലയും നടുവും ഒരേ സമയത്താണ് ഇടിച്ചത്. തല ഇടിച്ച് അതേ സമയത്ത് തന്നെ നടു പിടിച്ചു. ആ രീതിയിലാണ് ഒറ്റ സ്ലിപ്പായത്. എൻ്റെ തല അങ്ങോട്ട് കറങ്ങി. ഞാൻ വെച്ച് തലയിൽ രക്തസ്രാവം ഉണ്ടായെന്ന് വിചാരിച്ചു. കാരണം അതുപോലെ പുറത്ത് തൊട്ട് നോക്കിയാൽ ഒന്നും അറിയത്തില്ലല്ലോ. ഫുള്ളി ഡ്രസ്ഡാണ്. നടു ഇടിച്ചു. അവിടെ ഏതെങ്കിലും ഒരു ഐസ് കൂർമിച്ച് നല്ല നിപ്പുണ്ടായിരുന്നെങ്കിൽ അവിടെ തീർന്നേനെ എൻ്റെ കഥ. ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കുമെന്ന് പ്രതീക്ഷിച്ചതില്ല. ഞാൻ പതുക്കെ എഴുന്നേറ്റു. സുബീർ ബക്ഷി വന്ന് എന്നെ ഒരു വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു, വിഷമത്തോടുകൂടി. കാരണം പുള്ളിക്ക് മനസ്സിലായി ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരൻ. കാരണം അതുപോലുള്ള വീഴ്ചയാണ് ഞാൻ വീണത്. നിന്ന നിപ്പിനൊരു വീഴ്ച, അതും ഡയറക്റ്റായിട്ട് നടുവിട്ടിച്ച് പട്ടാന്ന് അടിച്ചൊരു വീഴ്ച. ഞാൻ എഴുന്നേറ്റു. തല കറങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി എല്ലാം നോക്കി. പ്രശ്നമൊന്നുമില്ല. എനിക്ക് കാലും കൈക്ക് അനക്കാൻ പറ്റുന്നുണ്ട്. ജീവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ മറ്റേ പോൾ അവിടെ കിടക്കുക. ഞാൻ പിന്നെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് പോയിട്ട് ആ പോള് കയ്യിലാക്കി. കാരണം ആ പോള് പറന്നു പോയി കഴിഞ്ഞാൽ എക്സ്പെഡീഷൻ ക്യാൻസലാവും. സുബീർ ബക്ഷി ചോദിച്ചു, എല്ലാം ഓക്കെ ആണോ, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഉടനെ വീഴുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ വിചാരിച്ചു തലയ്ക്കകത്ത് എന്തെങ്കിലും കുഴപ്പം കാണും. കാരണം അതുപോലെ അടിച്ചാണ് വീണത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. തലയിൽ ഹെൽമെറ്റ് നമ്മൾ വെച്ചിട്ടില്ലല്ലോ. ഇത് മലയുടെ മുകളിലായതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ല. സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചായിരിക്കും യാത്ര ചെയ്യുന്നത്. ഹെൽമെറ്റ് ഇല്ലായിരുന്നു. തലയിൽ വേറെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് ബ്ലൂ ഐസിൽ ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. തിരിച്ച് ഈ പോളും എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഈ പറയുന്ന ടെൻറ്റ് സെറ്റ് ചെയ്തു, കിടന്നു. ഓക്കെ, രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ടെൻറ്റ് സെറ്റ് ചെയ്ത് രാത്രി ഞങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അതുവഴി ഒരാൾ ഓടിപ്പോയി. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങേരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങേര് ഷട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പം സുബീർ ബക്ഷിയോട് ഞാൻ പറഞ്ഞു, എന്തോ ഒരു സാധനം ഓടിപ്പോകുന്ന പോലെ ഞാൻ കണ്ടു. സുബീർ ബക്ഷി പറഞ്ഞു, ഞാനും കണ്ടു. അത് ഒരു ഷട്ടില്ലാതൊക്കെ മനുഷ്യൻ എങ്ങനെയാണ് താഴെ നിന്ന് മേളിലോട്ട് പോകുന്നത്? മാത്രം ചെറിയ ഒരു നമ്മുടെ ഒരു 10 ലിറ്ററിൻ്റെ ഒരു 5 ലിറ്ററിൻ്റെ ബാഗ്, ഒരു കുപ്പി ഇരിക്കാൻ പറ്റുന്ന ഒരു ബാഗും തോളത്തിട്ട് സ്കീയിൽ ഒരുത്തൻ ഇങ്ങനെ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക സ്പീഡിൽ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൻ ആരാണെന്ന്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജാക്ക് കുൻസ്ലി എന്ന് പറഞ്ഞ ആളാണ്. ഈ പറയുന്ന അലക്സ് റെക്കോർഡ് ഇടാൻ വന്നല്ലോ, 12 മണിക്കൂറിനുള്ളിൽ ബേസ് ക്യാമ്പിൽ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള റെക്കോർഡ്. ആ റെക്കോർഡിനേക്കാളും മേളിൽ റെക്കോർഡ് ഇടാൻ വന്ന മനുഷ്യനാണ് ഇദ്ദേഹം. തിരിച്ച് ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പേരിൽ റെക്കോർഡ് ആയിക്കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആ ഓട്ടം റെക്കോർഡ് ഓട്ടമായിരുന്നു. 10 മണിക്കൂറും 14 മിനിറ്റും കൊണ്ട് പുള്ളിക്കാരൻ ലോക റെക്കോർഡ് ഇട്ടു. ദെനാലിയുടെ ബേസ് ക്യാമ്പിൽ നിന്ന് ദെനാലി സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന റെക്കോർഡ്. ഞങ്ങൾ ടെൻറ്റ് ചെയ്തു, രാത്രി കിടന്നു. ഓക്കെ, ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. ഞങ്ങളുടെ ടെൻറ്റ് മൊത്തം നിൽക്കുന്നത് ഒരു വലിയ ക്രിവാസിൻ്റെ മുകളിലാണ്. ഈ ക്രിവാസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. രാവിലെ കുറച്ചുകൂടെ പ്രകാശമൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് വലിയൊരു ക്രിവാസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ബ്ലൂ ഐസ് അല്ല. ഏത് നിമിഷവും ഈ സാധനം മുഴുവനായിട്ട് താഴോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ സുബീർ ബക്ഷിയെ വിളിച്ച് കാണിച്ചു. സുബീർ ബക്ഷി ഞെട്ടി. കാരണം രാത്രി ഇരുട്ടൊന്നും അല്ലെങ്കിൽ ഒരു ലൈറ്റ് മങ്ങും. ആ സമയത്ത് നമുക്ക് ബ്ലൂ ഐസ് ഏതാ ക്രിവാസ് ഏതാന്ന് തിരിച്ചറിയത്തില്ല. ഞങ്ങൾ ഞെട്ടി. കാരണം ഞങ്ങൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങിയത് ഒരു വലിയ ക്രിവാസിൻ്റെ മുകളിലാണ്. ചെറിയ ക്രിവാസൊന്നുമല്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 10 മീറ്റർ വീതി നീളമുള്ളൊരു ക്രിവാസിൻ്റെ മുകളിലാണ് കിടന്നത്. ഇത് ഈസിയാണ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും തിരിച്ച് കാണത്തുമില്ല നമ്മളെ. ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല. രാവിലെ എത്തി പതുക്കെ ഞാൻ സുബീർ ബക്ഷിയെ ബ്ലൂ ഐസിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഞാൻ പതുക്കെ അത് ഡിസ്മാൻഡിൽ ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്രയായി. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡി കോർണറാണ്. വിൻഡി കോർണർ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വിൻഡുള്ള പോർഷനാണ്. അപ്പോൾ അവിടെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ട്. കാരണം ഒരാൾക്ക് മാത്രമേ ആ ഏരിയ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിൻഡി കോർണറിൽ എത്തിയപ്പം ഭാഗ്യം കൊണ്ട് ആ സമയത്ത് വിൻഡ് കുറവായിരുന്നു. കാരണം രാത്രി ഞങ്ങളിങ്ങനെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി 8 മണിക്കുള്ള വെതർ റിപ്പോർട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേയുടെ. ഏതായാലും വിൻഡ് കുറവായിരുന്നു. ഞങ്ങൾ നടന്ന് ക്യാമ്പ് 4ൻ്റെ അടുത്തെത്താറായി. ക്യാമ്പ് 4ൻ്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്ന അടുത്ത സ്ഥലം, ഈ ഭക്ഷണം കുഴിച്ചിടുന്ന സ്ഥലം. ഞങ്ങൾ കുറച്ച് ഭക്ഷണം അവിടെ കുഴിച്ചിട്ടു. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് കുറച്ച് രാവൺസൊക്കെ വന്നിരിപ്പുണ്ട്, മറ്റേ കാക്കകൾ, ഈ ഭക്ഷണം മോഷ്ടിക്കുന്ന സാധനങ്ങൾ. പിന്നാണ് മനസ്സിലായത് ഞങ്ങളുടെ ഈ പറയുന്ന ഹാരി നാവ് ഉണ്ടല്ലോ, ഹാരി നാവ് അവിടെ ഭക്ഷണം കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ 3 ബിരിയാണി പൊതി ഈ കാക്ക വന്ന് തിന്നിട്ട് പോയായിരുന്നു.
അപ്പം പിന്നാണ് ഹാരി പറഞ്ഞത് ഞങ്ങൾ അത്രയും താഴെ കുഴിച്ചില്ല, അതുകൊണ്ട് കാക്കകൾ ഇത് എടുത്ത് കഴിച്ചു, രാവൺസ് ഇതെടുത്ത് കഴിച്ചു. ഞങ്ങൾ പക്ഷേ വളരെ താഴെ കുഴിച്ചിട്ടു. ഞങ്ങൾ ഒരു വാണും വെച്ചു, കാരണം എവിടെങ്കിലും വെച്ച് ഭക്ഷണം തീരുകയാണെങ്കിൽ ഇവിടെ വന്ന് എടുത്ത് കഴിക്കണം. പിന്നെ അത്യാവശ്യം ഫ്യൂവലും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് 4 ക്യാമ്പ് 4 മുമ്പ് ഒരുപാട് വലിയ ക്രിവാസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ ക്യാമ്പ് 4 ക്യാമ്പ് 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് 5 റൂട്ട് കാണാൻ പറ്റും. അതൊരു ശരിക്കും ഒരു മലകയറ്റമാണ്. എവറസ്റ്റിലെ പോലെ തന്നെ റോപ്പ് വെച്ചിട്ട് ഫിക്സഡ് റോപ്പ് ഉണ്ട്. ആ റോപ്പിൽ നമ്മുടെ ജുമാർ വെച്ചിട്ടുള്ള ക്ലൈംബിംഗ് ആണ് ക്യാമ്പ് 4 ക്യാമ്പ് 5 പോകുന്ന വഴിക്കുള്ള. ക്യാമ്പ് 4 നമ്മുടെ മിഡ്സൂസാനും ടീമും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ക്യാമ്പ് വെച്ചു. പിന്നെ അവിടെ വെച്ച് നമ്മുടെ ഒരു ഉസ്ബെക്കിസ്ഥാൻ ഫ്രണ്ടിനെയും പരിചയപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാൻ ഫ്രണ്ട് ഒറ്റയ്ക്കാണ് ഈ പറയുന്ന ഈ ദനാലി എക്സ്പെഡീഷൻ വന്നിരിക്കുന്നത്. അദ്ദേഹം സോളോ ക്ലൈംബറാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. ഞങ്ങൾ ഒരു 8 മണിയായപ്പോൾ എത്തി. കാരണം ഒരു ദിവസം കൊണ്ട് എത്തേണ്ടത് ഞങ്ങൾ 2 ദിവസം കൊണ്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ അങ്ങനെ രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേന് ഹാരിയും നാവും എത്തി. അപ്പോൾ ഞങ്ങൾ മുഴുവൻ ടീമുകളും ഈ ക്യാമ്പ് 4 ക്യാമ്പ് 4 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് 4 ഞാൻ പറഞ്ഞ ക്രിവാസ് ഉള്ളത്. നമ്മുടെ വേസ്റ്റ് കളയാൻ പറ്റിയ ക്രിവാസ് ക്യാമ്പ് 4 ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലം ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ വേസ്റ്റ് കൊണ്ട് ഉപേക്ഷിക്കാം. അവിടെ മാത്രമേ ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നമുക്ക് ലാസ്റ്റ് ഡേ നമ്മൾ ഉപേക്ഷിക്കാറുള്ളൂ. അത് ക്യാമ്പ് 4 ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് 4 ഒരു റേഞ്ചർ സ്റ്റേഷനുണ്ട്. നമ്മൾ ബേസ് ക്യാമ്പ് കണ്ടതുപോലെ ഒരു റേഞ്ചർ സ്റ്റേഷൻ ക്യാമ്പ് 4 24 മണിക്കൂറും വെതർ അവർ കൃത്യമായിട്ടും പ്രഡിക്റ്റ് ചെയ്യും. മാത്രമല്ല വെതർ അവരവിടെ ഒരു ബോർഡിനകത്ത് എഴുതി വെക്കും. പിന്നെ അവിടെ ഒരു ചെറിയൊരു മെഡിക്കൽ ടീമും ഉണ്ട് ഈ ക്യാമ്പ് 4. ക്യാമ്പ് 4 ലാസ്റ്റ് ക്യാമ്പാണ്, മെയിനായിട്ട് മെഡിക്കൽ ടീമുള്ള ലാസ്റ്റ് ക്യാമ്പാണ്. പിന്നെ ഹെലികോപ്റ്ററൊക്കെ അവിടെ വരുന്നത് വളരെ വിരളമാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഹെലികോപ്റ്റർ കൊണ്ടുവരും. പക്ഷേ ഞങ്ങൾ പോയി ഈ 15 ദിവസവും ഹെലികോപ്റ്റർ പറന്നില്ല. കാരണം വെതർ ഞാൻ പറഞ്ഞില്ലേ 10 വർഷത്തിൽ ഏറ്റവും പന്ന വെതറുള്ള സമയം. അതുകൊണ്ട് ഹെലികോപ്റ്റർ പറക്കുന്ന സൗണ്ടൊന്നും ഞങ്ങൾ കേട്ടതേ ഇല്ല. അതാണ് ക്യാമ്പ് 4 പ്രത്യേകത. ക്യാമ്പ് 4 ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏതോ മഹാന്മാരുണ്ടാക്കിയ നല്ല ഒരു ഏരിയ ഞങ്ങൾക്ക് കിട്ടി. കാരണം അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കുഴിച്ച് ഉണ്ടാക്കിയ ടെൻ്റൊക്കെ അവരെടുത്തുകൊണ്ട് പോയി. ആ ഏരിയ ഞങ്ങൾ കയ്യേറി, മീൻസ് അടുത്ത ആളായിട്ട് ഞങ്ങൾ വന്നെടുത്ത്. അവർ കിച്ചൺ ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് ഞങ്ങൾ സുഖമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അന്ന് രാത്രി 8 മണിക്ക് ഞങ്ങൾക്ക് വെതർ കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ വെതർ ഓക്കെയാണ്. പിന്നെ ഒരാഴ്ച വെതർ വളരെ മോശമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഞങ്ങൾ വന്ന ദിവസം ഓക്കെയാണ്, നെക്സ്റ്റ് ഡേ നൈറ്റ് ഓക്കെയാണ്. നെക്സ്റ്റ് ഡേ നൈറ്റ് കഴിഞ്ഞ് 3rd ഡേ മോർണിംഗ് മുതൽ വെതർ മോശമാണ്. വെതർ മോശം എന്ന് പറഞ്ഞാൽ വിൻഡ് സ്പീഡാണ് ഏറ്റവും കൂടുന്നത്. വിൻഡ് സ്പീഡ് 40 മൈൽസ് പെർ അവറിന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്, നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇനിയുള്ള ക്ലൈംബിങ് ഓപ്പൺ ഏരിയയിലൂടെയാണ് ക്ലൈംബ് ചെയ്യേണ്ടത്. 4 വശത്തോളം വിൻഡ് അടിക്കും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വിസിബിലിറ്റി കാണത്തില്ല, അങ്ങനത്തെ പ്രശ്നമാണ്. ഒരാഴ്ചയൊക്കെ ടെൻറ്റിനകത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മാനസികമായ അസുഖങ്ങൾ വരെ വന്നു പോകും. അപ്പം അതുകൊണ്ട് ഈ ഒരാഴ്ച വെതർ മോശമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരും ഡിസെൻഡ് ചെയ്തവർ ബേസ് ക്യാമ്പിൽ പോയി തിരിച്ചു പോകും, എക്സ്പെഡീഷൻ ക്യാൻസൽ ആക്കി പോകും. കാരണം ഒരാഴ്ചയൊക്കെ നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറയുന്നത് മെൻ്റലി ഭയങ്കര സ്ട്രെയിനാണ്. ടെൻറ്റിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സുബീർ ബക്ഷിയോട് ചോദിച്ചു, നമുക്ക് നാളെ പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും, മറ്റന്നാൾ തൊട്ട് പറ്റത്തില്ല. പക്ഷേ അതൊരു കാര്യം കണ്ടുണ്ട്, ക്യാമ്പ് 5 എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്. ക്യാമ്പ് 4 ഇരിക്കുന്ന 14,200 ഫീറ്റിലാണ്. 14-2 ക്യാമ്പ് എന്നാണ് അതിന് പറയുന്നത്. അടുത്ത ക്യാമ്പ് 17,000 ഫീറ്റിലാണ് ഇരിക്കുന്നത്, ക്യാമ്പ് 5. അത് കുറച്ചുകൂടെ ഓപ്പൺ ക്യാമ്പാണ്. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ പോയി താമസിക്കാറുള്ളൂ. അപ്പം സുബീർ ബക്ഷിയോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ചാൻസ് ഉണ്ട്, ഞങ്ങളന്ന് വന്നതേ ഉള്ളൂ, ക്ഷീണം മാറ്റാൻ ശരിക്കും ഒരു ദിവസം അവിടെ താമസിക്കേണ്ടതാണ്. പക്ഷെ ഒരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പന്ന വെതറായതുകൊണ്ട് നെക്സ്റ്റ് ഡേ പോകാമെന്ന് ഞാൻ സജഷൻ പറഞ്ഞു. സുബീർ ബക്ഷി പറഞ്ഞു ഓക്കെ ശരി. അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഒരു റിസ്ക് എടുത്തു. മീൻസ് ഞങ്ങൾ വളരെ അത്യാവശ്യമുള്ള ഭക്ഷണം മാത്രം എടുത്തു. ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകണമെന്ന് തീരുമാനിച്ചു, മനസ്സിനെ ഫിക്സ് ചെയ്തു. ഇത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം മാത്രം ഞങ്ങൾ എടുത്തു. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം ജീവിക്കാൻ പറ്റിയ ഭക്ഷണം, പിന്നെ അതിനുള്ള ഫ്യൂവല്, ഇത് ഞങ്ങളെല്ലാം ഒരു ബാഗിനകത്താക്കി. ബാക്കി ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഈ പറയുന്ന ഞങ്ങളുടെ ടെൻറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഞങ്ങളുടെ ഡഫൽ ബാഗ് ഉൾപ്പെടെ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് തന്നെ വെച്ചു. എന്നിട്ട് ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി വാണും വെച്ചു. പിന്നെ അത്യാവശ്യം കുഴിയൊക്കെ എടുത്ത് 4 വശവും ഓക്കെ ആക്കി ഞങ്ങളുടെ ഒരു ഏരിയ പോലെ അത് വെച്ചു. സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് 5 താമസിക്കാനുള്ള സാധനങ്ങളൂടെ കൊണ്ടുപോകും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പ് 5 അവർക്ക് സ്റ്റേ ചെയ്യാം. ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടെൻ്റ് ഒന്നും എടുത്തില്ല, കാരണം ഞങ്ങൾ പക്ക സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ ഹാരി നാവും വന്നു. അപ്പോൾ ഹാരി നാവും പറഞ്ഞു, ഇതുപോലെ ഡേഞ്ചർ വെതറാണ് വരാൻ പോകുന്നത്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഇറങ്ങി
നടന്ന് 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 ഈ പറയുന്ന ഫിക്സഡ് ഡ്രോപ്പുള്ള സ്ഥലം കയറി. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു. ഞാൻ അത്യാവശ്യം പെട്ടെന്ന് കയറി. സുബീർ ബക്ഷി വളരെ കഷ്ടപ്പെട്ടാണ് കയറിയത്. അതിൻ്റെ ഇടയ്ക്ക് സുബീർ ബക്ഷി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, യു ആർ ഗോയിങ് ടു കിൽ മീ ഹസൻ എന്ന്. എനിക്കിപ്പോഴും മനസ്സിലായില്ല പുള്ളി എന്തിനാ അത് വിളിച്ചു പറഞ്ഞത്. കാരണം പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുള്ളി വിളിച്ചു പറയാം, പുള്ളിക്ക് വയ്യ കയറാൻ, പക്ഷേ കയറണമെന്നുള്ള ആഗ്രഹമുണ്ട്. യു ആർ ഗോയിങ് ടു കിൽ മീ ഹസൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയൊന്നും കയറി വേണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെയും മേളിൽ കയറ്റി ക്യാമ്പ് 5-ലെത്തി. ക്യാമ്പ് 5-ലെത്തി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ബാക്കിയോട് ഉപേക്ഷിച്ചിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോഴത്തേന് രാത്രി 11 മണിയായി. രാത്രി 11 വെച്ചാൽ സൂര്യപ്രകാശമുണ്ട്. വെതർ വളരെ, ഈ പറഞ്ഞ അടുത്ത ദിവസം വെതർ മോശമാണെന്ന് പറഞ്ഞില്ലേ, ആ ദിവസത്തെ രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്, തലേന്ന്. ആ നൈറ്റ് വെതർ വളരെ മോശമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് -60 ഫാരൻഹീറ്റ് ആയിരുന്നു മേളിലത്തെ ടെമ്പറേച്ചർ, -51 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എൻ്റെ മുഴുവൻ ഡ്രസ്സിനും ഈ പറയുന്ന തണുപ്പിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. കാരണം എൻ്റെ എല്ലാ സ്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം 5-6 ലെയർ ചെയ്തിട്ടാണ് പോയത്. എവറസ്റ്റിൽ പോയ സമ്മിറ്റ് സ്യൂട്ട് ഞാൻ എടുത്തില്ല, കാരണം അത്രയും തണുപ്പ് ഉണ്ടാകത്തില്ലെന്ന് പ്രതീക്ഷിച്ചു. കാരണം അതിനേക്കാളും തണുപ്പായിരുന്നു ഈ പറയുന്ന ധനാലിയുടെ മുകളിൽ. വിസിബിലിറ്റി വെരി വെരി സീറോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ഫ്രണ്ട് കയറിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പുള്ളിക്കാരനും തിരിച്ചിറങ്ങി. ഞാൻ സുബീർ ബക്ഷിയും കൂടെ പതുക്കെ നടന്ന് 2 മണിയായപ്പോൾ ഞങ്ങൾ ഇതിന്റെ മുകളിലെത്തി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇതിൻ്റെ മുകളിലെത്താന്ന് പറഞ്ഞാൽ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവറസ്റ്റിൻ്റെ മുകളിൽ കിട്ടിയതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു വെതറാണ് ഇതിൻ്റെ മുകളിൽ. വിസിബിലിറ്റി വെരി വെരി സീറോ, വിസിബിലിറ്റി ഇല്ല. പിന്നെ ഞങ്ങൾ ഒരു ചെറിയ റോപ്പുണ്ട്, ആ റോപ്പിനെ പിന്തുടർന്നാണ് പോകുന്നത്. ആരുമില്ല, വേറെ ടീമുകളോ ഗ്രൂപ്പുകളോ ഒന്നുമില്ല. ഞങ്ങൾ വലിയ മിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഗ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. ഗ്ലൗസിനേക്കാളും വലിയ കട്ടിയുള്ള സാധനം മിറ്റൻസ്. അതിനകത്തും വേറെ ഗ്ലൗ ഉണ്ട്. ഇതിനകത്തുനിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ കൈ ഫ്രീസ് ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരാൾക്ക് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് -51 ഡിഗ്രി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. എല്ലാ ഭാഗത്തൂടെയും നമ്മുടെ എല്ലാ ഡ്രസ്സുകളും തുളഞ്ഞ് തണുപ്പിറങ്ങുന്നൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ടെൻറ്റുകളൊന്നും കാര്യങ്ങൾ കയ്യിലെടുത്തില്ല. അവിടെ ക്യാമ്പ് ചെയ്യാനും പറ്റത്തില്ല ഈ കാറ്റത്ത്. ഞാൻ പറഞ്ഞില്ലേ, വലിയ കാറ്റില്ലാത്ത പോളോ ഫീൽഡിൽ പോലും ഞങ്ങളുടെ ടെൻറ്റിൻ്റെ ഒരു ഭാഗം പറന്നു പോയിട്ട് പറ്റിയ അവസ്ഥ. അപ്പം അതുകൊണ്ട് എങ്ങനെയും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് പോയത്. എൻ്റെ ക്യാമറയും എൻ്റെ ബാക്കി സാധനങ്ങളും ഒക്കെ ഡെഡായി. കാരണം ഒന്നും തണുപ്പ് താങ്ങുന്നില്ലായിരുന്നു. നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന എൻ്റെ ഗോപ്രോ വരെ ഓഫായിപ്പോയി. ഒന്നും ഒരു ഫോട്ടോ വീഡിയോ പോലും അതിന് മുകളിൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ മുകളിൽ നമുക്കൊരു സാധനം കാണാൻ സാധിക്കും. മുകളിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിനകത്ത് ഇവർ ഇതിൻ്റെ ഹൈറ്റ് സർവേ ചെയ്ത ഹൈറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ നമ്മൾ മുകളിലെത്തിയെന്ന് തിരിച്ചറിയിക്കുന്ന സാധനം. അതിനകത്ത് ജിയോളജിക്കൽ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അമേരിക്കയുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹൈറ്റ് 20,310 ഫീറ്റാണെന്നുള്ള സാധനം പുതിയതായിട്ട് അളന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ധനാലിയുടെ മുകളിലുള്ളത്. വേറെ ഒന്നുമില്ല ധനാലിയുടെ മുകളിൽ. ഒരു എവറസ്റ്റിലെ കാണുന്ന പോലെയുള്ളൊരു പല വർണ്ണമുള്ള ഫ്ലാഗ് ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രമാണുള്ളത്. അപ്പം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങുകയാണ്. 4 ബസ്തുരം കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റടിക്കുന്നത്. കാരണം എഡ്ജസ് കൂടെ നടന്നു പോകുന്നത്. സബ്മിറ്റ് ചെയ്യാൻ നേരം ഏത് പർവ്വതത്തിൻ്റെ ആളും നമ്മൾ മുകളിലെത്തി കഴിയുമ്പോൾ പിന്നെ ഓപ്പൺ ഏരിയ കൂടെ ആയിരിക്കും നടക്കുന്നത്. ഈ എഡ്ജസിൽ ഫുട്ബോൾ ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പിന്നെ ദനാലി പാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് വേണം മുകളിലേക്ക് പോകാനും താഴേക്ക് വരാനും വേണ്ടി. ആരുമില്ല. അപ്പോൾ അവിടുന്ന് ആ സമയത്ത് അസ്തമിക്കുന്നില്ലെങ്കിലും സൂര്യനൊന്ന് ചുമക്കും. ആ ചുമന്ന ഒരു സീനുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സൂര്യാസ്തമയമാണോ സൂര്യ ഉദയമാണോ എന്ന് പറയാൻ പോലും പറ്റത്തില്ല. പക്ഷേ ആ ഒരു കളറ് എനിക്ക് ഒന്നിനും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിപ്പോഴും എൻ്റെ കണ്ണിൽ നിൽപ്പുണ്ട് അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും പിന്നെ ഈ കാറ്റുമാണ്, പിന്നെ വിസിബിലിറ്റി ഇല്ലായ്മയും, വഴി നമുക്കറിയത്തുമില്ല. ഇതുവഴിയാണ് നമ്മൾ നടന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തിട്ടില്ലാത്ത ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. തിരിച്ച് ഞങ്ങൾ താഴെ വരുന്ന വഴി ഈ പറയുന്ന ക്യാമ്പ് 5 പിന്നിട്ട് ഞങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് വന്നപ്പം റോപ്പ് വെച്ച് കയറണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, ക്യാമ്പ് 4-നും ക്യാമ്പ് 5-നും ഇടയ്ക്ക്. അവിടെ ഒരു വലിയ സ്ലോപ്പാണ്. ആ റോപ്പ് വഴി കയറിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിലെത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ എത്തി ഞങ്ങൾ. ഈ താഴേന്ന് ഭയങ്കര കാറ്റ് മുകളിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഞങ്ങൾക്ക് റോപ്പ് വഴി താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാറ്റ് വന്ന് അടിച്ചിട്ട് ഈ മഞ്ഞ് പറത്തി നമ്മുടെ മണ്ടക്കോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. മഞ്ഞിങ്ങനെ വന്ന് നമ്മുടെ മണ്ടക്കോട്ട് വീണുകൊണ്ടിരിക്കുക. മഞ്ഞ് പെയ്യുമല്ല, ഉള്ള മഞ്ഞിനെ കാറ്റടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇതിലും ഭയങ്കര തണുപ്പ്. ക്യാമ്പ് 5 1 or 2 ടെൻറ്റുകളുണ്ട്. അതിനകത്ത് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാമെന്ന് വെച്ച് ക്യാമ്പ് 5 നിന്നും താഴോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഏരിയയിലെത്തി കഴിഞ്ഞപ്പം സുബീർ പക്ഷിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം വിസിബിലിറ്റി ഇല്ല. മാത്രമല്ല ജുമാർ ഉപയോഗിച്ച് കയറാനേ പറ്റത്തുള്ളൂ. ഡിസെൻഡർ ഉപയോഗിച്ച് വേണം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡിസെൻഡർ കണക്ട് ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. നമ്മുടെ കൈ കൊണ്ട് ഈ എന്താ പറയുക, ഈ മിറ്റൻസ് ഉപയോഗിച്ച് ഡിസെൻഡർ ഇടാൻ വലിയ പാടാണ്. അത് യൂസ് ചെയ്തവർക്കേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സുബീർ പക്ഷി പറഞ്ഞു, നോ, എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, വരാതിരിക്കുന്ന എങ്ങനെ, നമുക്ക് താഴോട്ട് പോയാലും പറ്റും. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിപ്പം മറ്റേ SOS വിളിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ഡെഡായി. പിന്നെ എന്താ പറയുക, ബാറ്റ് ഞങ്ങളുടെ റേഡിയോ ഉണ്ടായിരുന്നു, റേഡിയോ ഓഫായി. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കിനി താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഞാനും പെട്ടുപോയതുപോലെ ഇപ്പോൾ എനിക്ക് താഴേക്ക് ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല, വിസിബിലിറ്റി ഇല്ലെങ്കിലും ആ കയറി പിടിച്ച് താഴോട്ട് ഇറങ്ങിയാൽ മതി എനിക്കറിയാം. പുള്ളിക്കാരൻ പെടുത്തി. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് തണുക്കും. അപ്പം പതുക്കെ ഇരിക്കുന്നതനുസരിച്ച് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മുടെ കാലം ഇങ്ങനെ തണുപ്പ് കയറും. അപ്പം രാത്രി ഏകദേശം 2 മണി സമയമായി. 2 മണിയല്ല, 3 മണി 4 മണി സമയം. ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. മേളിൽ നിന്നൊന്നും ആരും വരുന്നുമില്ല. ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന സമയത്ത് എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഞാൻ എടുത്ത് ഞാൻ ആ റോക്കിൻ്റെ മണ്ടയ്ക്ക് വിരിച്ച് എൻ്റെ കാലെന്ന് വെച്ചാൽ കാലിൻ്റെ അടിയിൽ ക്രാമ്പോൺ ഞങ്ങൾ ഊരി മാറ്റി. പിന്നെ വലിയ ബൂട്ട്സാണ് ഇട്ടിരിക്കുന്നത്. ആ ബൂട്ട്സും എൻ്റെ കാലും എല്ലാം കൂടെ ഞാൻ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറ്റി ഞാനിങ്ങനെ ഇരിക്കുക. അതിന് മേളിൽ അത്യാവശ്യം ഓക്കെയാണ്. എൻ്റെ മിറ്റൻസ് ഇട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഞാൻ സുബീർ ബക്ഷിയോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ഇരിക്കുന്ന സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് കാലകത്ത് കയറ്റാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ, അത് കുഴപ്പമില്ല, എൻ്റെ കാലം ഓക്കെ ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കാലൊക്കെ തട്ടി കാണിച്ചു. ഓക്കെ ശരി. ഞാൻ പതുക്കെ സ്ലീപ്പിംഗ് ബാഗിനകത്തിരുന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങി. സ്ലീപ്പിംഗ് ബാഗ് പാറക്കല്ലിൻ്റെ മണ്ടയ്ക്ക് എക്സ്പോസ് ചെയ്ത് കിടക്കുക. നമ്മൾ ടെൻറ്റിനകത്തൊന്നും അല്ല. ഐസ് ഇങ്ങനെ നമ്മുടെ മണ്ടക്കോട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ മുകളിലോട്ട്. അപ്പം ഞാൻ സ്ലീപ്പിംഗ് ബാഗ് വെച്ച് ചെറിയൊരു ഓട്ടയിട്ടിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ അതിനകത്തൂടെ ഐസ് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കും നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിനകത്തോട്. അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് ജീവിക്കുമോ മരിക്കുമോ ഒന്നും അറിയത്തില്ലെങ്കിലും പെട്ടുപോയെന്ന് മനസ്സിലായി. ആരെയും വിളിച്ചിട്ടും കാര്യമില്ല. കാരണം വെതർ അടുത്ത ദിവസമായിട്ട് മോശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് താഴെ ആരും ഇനി വരുത്തുമില്ല. സുബീർ പക്ഷി 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ലീപ്പിംഗ് ബാഗിനകത്ത് എന്താ കയറാൻ? അവൾ പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്, എൻ്റെ കൈയും കാലമൊക്കെ വിറയ്ക്കുന്നത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പതുക്കെ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറി. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. പുള്ളിക്കാരൻ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ആ സമയത്ത് ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞില്ല, ക്യാമ്പ് 5 2 ടെൻറ്റ് കണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ നിന്നൊരു 3-4 അമേരിക്കക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് അവർ സ്പെഷ്യലായിട്ടും ഇതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ആയിരുന്നു. വൈൽഡർനെസ് ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ മൗണ്ടനറിങ് കോഴ്സ് പഠിക്കുന്ന പോലെ അവിടുത്തെ കോഴ്സ് പഠിച്ച ആൾക്കാരാണ്. വന്നിട്ട് 1-2 പേര്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവർ ഭയങ്കര സ്നേഹമാണ് സുബീർ ബക്ഷിയോട് എൻ്റെ അടുത്തും കാണിച്ചത്. ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് ചെറിയൊരു ഫ്രോസ്റ്റ് ബൈറ്റേ വന്നിട്ടുള്ളൂ. എൻ്റെ കൈ അതുപോലെ എക്സ്പോസ് ആയില്ല. സുബീർ പക്ഷി അനങ്ങാത്തത് കൊണ്ടും ഈ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറാത്തത് കൊണ്ടും പുള്ളിക്കാരൻ്റെ ശരീരം അങ്ങ് തണുത്തു. എന്നിട്ട് ഇവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ സ്ലീപ്പിംഗ് ബാഗ് പുറത്തെടുത്തിട്ട് സുബീർ പക്ഷിയെ പൊതിഞ്ഞു. നമുക്കൊരു ഫ്രോസ്റ്റ് ബൈറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചൂടാക്കുക എന്നുള്ളതാണ്. ആ തണുപ്പത്ത് ചൂടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ 9 മണിയായി, സമയം അങ്ങ് പോയി. രാവിലെ 9 മണിയായി. സൂര്യൻ ഇങ്ങനെ കത്തിത്തന്നെ നിൽക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, കാറ്റ് കുറയുന്നുമില്ല. അപ്പോൾ അവർ വന്നിട്ട് സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് സുബീർ പക്ഷിയെ പൊതിഞ്ഞ് ഒരു 2-3 മണിക്കൂർ സുബീർ പക്ഷിയുടെ കൈ ഇങ്ങനെ തിരുമ്മി കൊടുത്തു. അവർക്കൊരാവശ്യമില്ല, പക്ഷേ എന്തോ അവർ ആ സ്നേഹം കാണിച്ചു. അതുകൊണ്ട് സുബീർ പക്ഷി രക്ഷപ്പെട്ടു. അതിനുശേഷം ഇവരുടെ കയ്യിൽ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ മെസ്സേജ് അയച്ച് റേഞ്ചറിൻ്റെ അവിടെ നിന്ന് ആൾക്കാരെ വരുത്തി. റേഞ്ചറിൻ്റെ ഓഫീസിൽ നിന്ന് 2 പേര് ക്ലൈംബ് ചെയ്ത്, ആ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്ത് ക്ലൈംബ് ചെയ്ത് മേളിൽ വന്നിട്ട് സുബീർ പക്ഷിയെ ചെക്ക് ചെയ്തു. സുബീർ പക്ഷിയുടെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, കൈ അനക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം സുബീർ പക്ഷി ഒരു വലിയ ചാക്കിനകത്ത് കെട്ടി. സുബീർ പക്ഷിക്ക് ഇറക്കം ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ചാക്കിനകത്ത് കെട്ടി സുബീർ പക്ഷിയെ കെട്ടി താഴോട്ട് ഇറക്കി. അപ്പോൾ ഞാൻ പതുക്കെ പുറകിൽ ഇറങ്ങി വന്നു. അപ്പം താഴെ എത്തുന്ന തൊട്ട് മുമ്പ് ഒരു മെഡിക്കൽ ടീം സുബീർ പക്ഷിയെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. മെഡിക്കൽ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽ എക്വിപ്ഡ് ടീമായിരുന്നു. ഡോക്ടറില്ല, ഡോക്ടറെ താഴെയുള്ള കുറച്ച് ആൾക്കാർ, നേഴ്സിംഗ് അസിസ്റ്റന്റുമാരൊക്കെ 5-6 പേര് വന്ന് സുബീർ പക്ഷിയെ നല്ല രീതിയിൽ പരിശോധിച്ചു. സുബീർ പക്ഷിക്ക് ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു, ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ കൊടുത്തു. നമുക്കും കിട്ടി മുട്ടായി, അതും കഴിച്ചു. അപ്പോൾ സുബീർ പക്ഷി ഓക്കെ എഴുന്നേറ്റ് നിന്നു. കൈ വയ്യ,
അപ്പോൾ അവിടുന്ന് എന്താ ചെയ്യേണ്ടത്, അവിടുന്ന് താഴെ നടന്നു പോയിട്ട് മെഡിക്കൽ റൂമിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളിക്കാരൻ പോയി. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ലെഡ്ജ് പോലൊരു വണ്ടി കൊണ്ട് ഇവർ വന്നു. ഒരാളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ വേറെ ലെവലാണ്. അവിടുന്ന് സുബീർ ബക്ഷിയെ സ്ലെഡ്ജിനകത്ത് കയറ്റി ഉരുട്ടിക്കൊണ്ട് താഴെ ഈ പറയുന്ന മെഡിക്കൽ റൂം വരെ എത്തിച്ചു. നമുക്ക് എവറസ്റ്റിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്ക്യൂ ആണ് അവർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ റൂമിലെത്തി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യമൊക്കെ വന്നു. പുള്ളിക്കാരൻ്റെ കൈ കുറച്ച് നേരം ചൂടുവെള്ളത്തിനകത്ത് വെച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വിരലിന് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ട്, മറ്റ് വിരലുകൾക്ക് സൂപ്പർഫിഷ്യൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആണ്. അപ്പോൾ ഈ കൈ കൊണ്ട് ഇനിയിപ്പം ഈ കൈയുടെ പ്രത്യേകത വെച്ചാൽ ഇനിയിപ്പോൾ ഇത് തണുക്കരുത്. ഇനി തണുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകൾ മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഇനി തണുക്കാതിരിക്കാൻ വേണ്ടി ഇത് എക്സ്പോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി പുള്ളിക്കാരൻ ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും. ആ കാര്യമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം പുള്ളിക്കാരന് വലത്തെ കൈ യൂസ് ചെയ്യാൻ പറ്റാത്തായി. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നൊരവസ്ഥയായി. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ടെൻറ്റിനകത്തിരിക്കുന്ന സമയത്ത് എതിരെ ഒരു അമേരിക്കക്കാരൻ ഇരിപ്പുണ്ട്. പുള്ളിക്കാരന് ഓക്സിജനൊക്കെ മൂക്കിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ സ്കീയറാണ്, കാലിൽ ധരിച്ചിരിക്കുന്നത് സ്കീയിങ് ഷൂ ആണ് ധരിച്ചിരിക്കുന്നത്. പുള്ളിക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു ആക്സിഡൻറ്റ് പറ്റി. ഈ സ്കീയിങ് ഭയങ്കര ഹോബി ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പർദീസയാണ് ഈ പറയുന്ന ദെനാലി പർവ്വതം. അവർ താഴേന്ന് ദെനാലിയുടെ സമ്മിറ്റിൽ വരെ എത്താൻ പറ്റത്തില്ലെങ്കിലും ദെനാലിയുടെ ക്യാമ്പ് 4 മേളിലൊരു ഏരിയ ഉണ്ട്. അവിടെ വരെ പോയി സ്കീ ചെയ്ത് തിരിച്ചൊക്കെ വരും. ഭയങ്കര രസമാണ് സ്കീയേഴ്സിൻ്റെ. ഒരുപാട് സ്കീയേഴ്സ് അതുവഴി പോകും. അപ്പോൾ ഇദ്ദേഹം സ്കീ ചെയ്ത് താഴേന്ന് വരുന്നവർക്ക് ഒരു ക്രിവാസിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്കീ തട്ടി. എന്നിട്ട് 1000 ഫീറ്റ് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഫോൾ ചെയ്തു. 1000 ഫീറ്റ് താഴേന്ന് ഫോൾ ചെയ്ത് ഇയാളുടെ തലയിലെ ഹെൽമെറ്റും പോയി, ഗോപ്രോ ഉണ്ടായിരുന്നു അതും പോയി, എക്യുപ്മെൻറ്റ്സ് ഒക്കെ പോയി. പുള്ളിക്കാരന് 2 റിബ് പൊട്ടി ഇവിടെ. പക്ഷേ ജീവനുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ മോശമായതുകൊണ്ട് പുള്ളിക്കാരൻ എത്ര പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. കാരണം 2 റിബ് പൊട്ടിയ ആളാണ്. പക്ഷേ ഈ വെതർ മോശമായതുകൊണ്ട് ഹെലികോപ്റ്റർ ഇവാക്യുവേഷൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ പെട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ടെൻറ്റിനകത്ത്. മെഡിക്കൽ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ടെൻറ്റിലെത്തിയപ്പോഴത്തേനും ഹാരി നാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹാരി നാവോട് പറഞ്ഞു. അവർ കയറിയില്ല മുകളിലേക്ക്. കാരണം വെതർ മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആ ക്യാമ്പിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ കയ്യിൽ ഫുഡും ഉണ്ട്, ബാക്കി ഫുഡൊക്കെ അവർ ക്യാഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത കാര്യം അവർ അറിഞ്ഞു. അപ്പോൾ ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ താഴെ ഉണ്ടായിരുന്നു. താഴെ നമ്മുടെ ഈ മിറ്റ്സുസാനും ഉണ്ടായിരുന്നു, ജപ്പാൻകാരൻ. അയാൾ മുകളിലേക്ക് കയറിയില്ല. അയാളും പറഞ്ഞു ഇനി ഒരാഴ്ച വെതർ മോശമാണ്. ആ വെതർ മോശമായി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ കൃത്യമായി വെതർ ശരിയായില്ലെങ്കിൽ ഇവർക്ക് ഫ്ലൈ ചെയ്ത് പോകാനും പറ്റത്തില്ല. കാരണം ദെനാലി സീസണിൻ്റെ എൻഡോടുകൂടിയാണ് ഞങ്ങൾ പോയത്. ജൂൺ ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾ ക്ലൈംബ് ചെയ്തത്. സീസൺ തുടങ്ങുന്നത് ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് സീസൺ തുടങ്ങുന്നത്. അപ്പോൾ വെതർ മോശമാവുന്നൊരു സീസണാണ്. എല്ലാവരും ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. മിറ്റ്സുസാൻ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രത്യേക സാധനം സുബീർ ബക്ഷിക്ക് കൊടുത്തു. കാരണം ഈ ഹാൻഡ് വാർമറാണ് നമ്മൾ സാധാരണ എവറസ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരന് ഹാൻഡിലല്ല ഇവിടെ വെക്കുന്ന ഒരു വാർമർ അത് കൊടുത്തു. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ചൂടായി കയ്യിലേക്ക് പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ്, അതൊക്കെ കൊടുത്തു. സുബീർ ബക്ഷിയുടെ കൈ കുറച്ചും കൂടെ ഹെൽത്തിയായി. അങ്ങനെ സുബീർ ബക്ഷിയും ഞാനും കൂടെ നെക്സ്റ്റ് ഡേ ക്യാമ്പ് 4 നിന്ന് തിരിച്ച് ക്യാമ്പ് 3 യാത്ര ചെയ്യാൻ തീരുമാനിച്ചു.